മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം അനാച്ഛാദനം ചെയ്തു. മലപ്പട്ടം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും കെ.പി.സി.സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതിയാത്രയും നടന്നു. CPI-കാർ ഇനിയെങ്കിലും സ്വാതന്ത്ര്യസമര ചരിത്രം പഠിക്കണമെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. അഹിംസാമാർഗത്തിലധിഷ്ഠിതമായ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഗാന്ധിജിയെ വർഗീയ ശക്തികൾ വധിച്ചപ്പോൾ മറ്റൊരു കൂട്ടർ ഗാന്ധി പ്രതിമകളുടെ തലവെട്ടി മാറ്റുകയാണെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA മലപ്പട്ടത്ത് പറഞ്ഞു. മലപ്പട്ടത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി യാത്രയും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ പ്രതിമ കോൺഗ്രസ് പ്രവർത്തകരുടെ അടുക്കളയിൽ പോലും വെക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനമാണ് മലപ്പട്ടത്ത് ഒരു CPM നേതാവ് നടത്തിയത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത പാർട്ടിയുടെ ആളുകൾ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ചരിത്രമുള്ള പാർട്ടിയുടെ ആളുകൾ, അവർ സ്വാതന്ത്ര്യ സമര ചരിത്രം മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. നിങ്ങൾ പകൽ സമയം ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ തല കുമ്പിട്ടില്ലെങ്കിലും രാത്രിയിലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി ഗാന്ധിജിയെ വണങ്ങുക. അതിനാണ് മലപ്പട്ടത്ത് കോൺഗ്രസ് ഗാന്ധി പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അക്രമങ്ങളോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഗാന്ധിജി ആഹ്വാനം ചെയ്തതുപോലെ അക്രമരഹിത അഹിംസാ മാർഗത്തിലൂടെ കടന്നുപോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും സണ്ണി ജോസഫ്. മലപ്പട്ടം ഇന്ന് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. മലപ്പട്ടത്തിന് ഉണ്ടായിരുന്ന പേരുദോഷവും മാനക്കേടും മാറ്റുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. മാനം തെളിഞ്ഞിരിക്കുന്നു. മലപ്പട്ടത്തിന്റെ മാനം കാക്കാൻ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് മലപ്പട്ടത്തുണ്ടായ മാനക്കേട്? ലോകത്തിന്റെ പ്രിയങ്കരനായ, ഭാരതത്തിന്റെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ സമാധാനത്തിന്റെ വ്യക്താവായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ സ്തൂപമാണ്, മഹാത്മജിയുടെ സ്തൂപമാണ് ഇവിടെ രാത്രിയുടെ മറവിൽ ചില സാമൂഹ്യ വിരുദ്ധർ തകർത്ത് കളഞ്ഞത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചരിത്രത്തിൽ അത് കളങ്കം ചാർത്തിയ ഒരു രാത്രിയായിരുന്നുവെങ്കിൽ, ആ അക്രമത്തെ നാടാകെ അപലപിച്ചുവെങ്കിൽ നമുക്കറിയാം ഇവിടത്തെ അതിന് ഉത്തരവാദികളായ ഭരണകക്ഷിയുടെ, സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തിന്റെ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അവർ വെല്ലുവിളിയുമായിട്ടാണ് മുന്നോട്ട് വന്നത്. അടുക്കളയിലും, കോൺഗ്രസ് പ്രവർത്തകരുടെ അടുക്കളയിൽ കയറിയും ഞങ്ങൾ ഗാന്ധി സ്തൂപം തകർക്കും എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാവിന്റെ നിലവാരം എന്ത് എന്ന് ഞാൻ പറയേണ്ടതില്ല. നാട്ടുകാർ, കേരള ജനത, അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകളും അല്പത്വം, അജ്ഞത മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ആ നേതാവിനോട് പറയാനുള്ളത്, മലപ്പട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പകൽ സമയത്ത് നിങ്ങൾ ഗാന്ധി സ്തൂപം വണങ്ങേണ്ട. രാത്രിയിൽ ഒറ്റയ്ക്ക് ഈ പ്രദേശത്തോടെ പോകുമ്പോൾ ആ ഗാന്ധി നിന്നയ്ക്ക് പരിഹാരം ചെയ്യാൻ നിങ്ങൾ ഗാന്ധിയുടെ സ്തൂപത്തിൽ വണങ്ങണം എന്ന് ഞാൻ ആ യുവ സ്നേഹിതരോട് അഭ്യർത്ഥിക്കുകയാണ്. പഞ്ചായത്ത് അധികാരികൾ എത്ര വട്ടം സ്ഥലം പരിശോധിച്ചു. എന്തെങ്കിലും ഒരു ക്രമക്കേട് ആ പ്രതിമ നിർമ്മാണത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ ഇതാ മഹാത്മജിയുടെ പ്രതിമ നിങ്ങൾ ഒരു സ്ഥലത്ത് തകർത്താൽ അതിനെ കൂടുതൽ ജനഹൃദയത്തിൽ സ്ഥാപിക്കാൻ, മലപ്പട്ടത്തെ ജനഹൃദയത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൃഷ്ണേട്ടൻ ഇവിടെ ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് ഇവിടെ സ്ഥലം സംഭാവന ചെയ്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും നമ്മുടെ രാജ്യത്തിന്റെ മതേതര ശക്തികളെയും സഹായിക്കാൻ മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ദീർഘിച്ച ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. അനിൽകുമാർ ഇവിടെ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ലഹരിയിലെത്തിയിരിക്കുകയാണ്. നിലമ്പൂര് പോലും കേരളത്തിലെ CPM-ന് നൽകുന്ന പാഠം എന്താണ്? അക്രമ രാഷ്ട്രീയം, അനീതി. ഞങ്ങൾ അവിടെ പോലും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് മലപ്പട്ടത്തെ ഗാന്ധി പ്രതിമ തകർത്തവർ. അവർക്ക് വോട്ട് ചെയ്യണമോ, അവരെ പരാജയപ്പെടുത്തണമോ എന്ന ചോദ്യം ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നിലമ്പൂരിൽ പോലും ഉയർത്തിയ ചോദ്യമാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA, മുൻ മന്ത്രിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ AP അനിൽകുമാർ MLA, അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, PM നിയാസ്, K ജയന്ത്, AICC മെമ്പർ VA നാരായണൻ, PT മാത്യു, സജീവ് മാറോളി, അബിൻ വർക്കി, ചന്ദ്രൻ തില്ലങ്കേരി, അഡ്വക്കേറ്റ് TO മോഹനൻ, റിജിൽ മാക്കുറ്റി, മുഹമ്മദ് ബ്ലാത്തൂർ, KC ഗണേശൻ,
കെ വി ഫിലോമിന ടീച്ചർ, എം പി ഉണ്ണികൃഷ്ണൻ, വിജിൽ മോഹനൻ, രാജീവൻ എളയാവൂർ, വി പി അബ്ദുൾ റഷീദ്, കെ പി ശശിധരൻ, എം പി രാധാകൃഷ്ണൻ, ശ്രീജ മഠത്തിൽ, മധു എരമം, ജോസ് ജോർജ് പ്ലാന്തോട്ടം, എം സി അതുൽ എന്നിവർ സംസാരിച്ചു. ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ മലപ്പട്ടത്ത് സ്ഥലം നൽകിയ കോൺഗ്രസ് നേതാവ് കെ സി കൃഷ്ണൻ നമ്പ്യാരെ ചടങ്ങിൽ KPCC പ്രസിഡന്റും DCCയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. PC വിഷ്ണുനാഥ് MLA മുഖേനയാണ് മലപ്പട്ടത്ത് സ്ഥാപിക്കാൻ ഗാന്ധി പ്രതിമ എത്തിയത്. ആലപ്പുഴയിലെ ബിജു ജോസഫ് നിർമ്മിച്ച ഗാന്ധി ശില്പത്തിൽ സബർമതിയിലെ മണ്ണ് നിക്ഷേപിച്ചിട്ടുണ്ട്. ഗാന്ധി പ്രതിമ തകർത്താൽ ഈ മണ്ണിൽ വീണ്ടും പ്രതിമ സ്ഥാപിക്കുമെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സമാധാനത്തോടുകൂടി ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോവുകയാണ്. ഈ പ്രതിമ ഇനിയും നിങ്ങൾ തകർത്താലും ഞങ്ങൾ ഇതിനൊന്നും ചെയ്യില്ല. വീണ്ടും ഒരു ഗാന്ധി പ്രതിമയുമായിട്ട് ഞങ്ങൾ ഇവിടെ വരും. അതും നിങ്ങൾ തകർത്താൽ വീണ്ടും ഒരു ഗാന്ധി പ്രതിമയായിട്ട് ഞങ്ങൾ വരും. ഒടുവിൽ തകർത്ത് നിങ്ങൾ കുഴയും. ഞങ്ങൾ പിന്മാറില്ല. അങ്ങനെ പിന്മാറിയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ മർദ്ദനങ്ങൾ, ലാത്തിയടിയൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ച് വാങ്ങിച്ചിട്ടാണ് ഗാന്ധിജിയുടെ നിർദ്ദേശം സ്വീകരിച്ച് കോടിക്കണക്കിനായ ജനങ്ങൾ, എനിക്കും ആ വെല്ലുവിളിച്ച നേതാവിനും അടക്കം, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഗാന്ധിജിയെ വധിച്ചവരോടുള്ള അതേ സമീപനമാണ് ഗാന്ധി പ്രതിമ തകർത്തവരോടും ഉള്ളതെന്നും എത്ര കാലമാണ് നിങ്ങൾ അക്രമവുമായി മുന്നോട്ടു പോകുകയെന്നും അദ്ദേഹം ചോദിച്ചു. ശാന്തിയാത്ര നടത്തുമ്പോൾ പോലും പോലീസിന് കാവൽ നിൽക്കേണ്ട ദുരവസ്ഥയാണ് മലപ്പട്ടത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് AP അനിൽകുമാർ MLAയും മലപ്പട്ടത്ത് പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നമുക്ക് ആരെയും വെല്ലുവിളിക്കാനുള്ള യോഗമല്ല ഇത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ നടത്തിയത് ശാന്തി യാത്രയാണ്. ആ ശാന്തി യാത്ര ഗാന്ധിജിയുടെ നാമധേയത്തിലുള്ള ഗാന്ധി സൂത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള ശാന്തി യാത്രയാണ്. ഗാന്ധിജിയുടെ പേരിലുള്ള ശാന്തി യാത്രയാണെങ്കിലും ഗാന്ധി ചടങ്ങുകളിലൊക്കെ ആണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും പലപ്പോഴും സംഘർഷം ഉണ്ടാവാറുണ്ട്. അവിടെ അത്തരത്തിലുള്ള ശാന്തി യാത്രയ്ക്കൊക്കെ വലിയ സംരക്ഷണം നൽകാറുണ്ട്. പോലീസിന്റെ സംരക്ഷണം നൽകാറുണ്ട്. അക്രമത്തിലൂടെ അല്ലാതെ സമാധാനത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് എക്കാലവും നിലകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 2026 കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കേരളത്തിന്റെ രാജ്ഭവനിൽ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് ഈ അധികാരി വർഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത്ര ഊർജത്തോടുകൂടി, ഇത്ര ആവേശത്തോടുകൂടി ഏത് വെല്ലുവിളികളെയും നേരിട്ട് ഈ ജില്ലയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഊർജമായി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും, അങ്ങ് എറണാകുളത്ത് നിന്നും, അങ്ങ് പത്തനംതിട്ടയിൽ നിന്നും, അങ്ങ് കുണ്ടറയിൽ നിന്നും ഒക്കെ വരുന്ന ഞങ്ങൾക്ക് അഭിമാനമാണ് നിങ്ങൾ പ്രവർത്തകർ. കാരണം നിങ്ങൾ ജീവൻ പോലും നോക്കാതെ, നിങ്ങൾ നിങ്ങളുടെ ചോരയൊഴുക്കി, നീരൊഴുക്കി ഈ പ്രസ്ഥാനത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തി, നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ വഴികാട്ടികൾ. അതുകൊണ്ട് നിങ്ങളെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.